പണ്ട് മുതലേ വലിയ ധർമ്മിഷ്ഠയാണെന്ന് കേട്ടിട്ടുണ്ട്. കുറ്റബോധം കൂടുതലുള്ളവർക്ക് ദാനസ്വഭാവം കൂടും. അതിന് നാട്ടിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അനാഥാലയത്തിൽ കഞ്ഞിവീഴ്ച നടത്താം, അമ്പലത്തിൽ അന്നദാനം ചെയ്യാം. എന്നിട്ടും തീരാത്ത പാപങ്ങളുണ്ടെങ്കിൽ കെട്ടിയിരിപ്പുള്ള കാശക്കെടുത്ത് വെണ്ടൂരുത്തി പാലത്തിന്റെ മോളിൽ നിന്ന് കായലിലേക്ക് ഒഴുക്കാം. റൂമിൽ കയറുമെന്ന് അനാവശ്യം വരുന്നു. ആരാതാൻ? ഞാൻ ആരാണെന്ന് പറയാം, പക്ഷെ അതിനുമുമ്പ് ഇയാൾ ആരാണാവോ? ആര്യാദേവി അന്തർജനത്തിന് വേളിവെച്ച ബോംബെക്കാരൻ ജീവിച്ചിരിപ്പില്ലാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ എർത്താ തലയിരിക്കുമ്പോ വാലാട്ടല്ലേ? തനിക്കിപ്പോ എന്താ വേണ്ടത്? പോലീസിനെ വിളിക്കണോ ഞാൻ പോടോ. അതെ, ദാ ഇതുപോലൊരു കെട്ട് എന്നിട്ട് ഈ ഹോട്ടലിന്റെ മോളിൽ നിന്ന് എടുത്തിടാൻ പറഞ്ഞ ചിലപ്പോ അതും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു ശരാശരി ഇന്ത്യൻ പൗരനാണ് ഞാൻ. അല്ലാതെ പിച്ചക്കാശിനുവേണ്ടി അഭിമാനം വിൽക്കാനൊന്നും ഈ സച്ചിദാനന്ദന് കിട്ടില്ല. അന്ന് ദാദർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് നാട്ടിലേക്ക് അയച്ചു തന്ന ഉപകാരം തന്നെ ധാരാളാ. ഗുരുദക്ഷിണയായിട്ട് രവീന്ദ്രൻ മാഷിനും കുടുംബത്തിനും. ഇത്രയും കാലമില്ലാതെ പെട്ടെന്നുണ്ടായി സ്നേഹത്തിനും സഹതാപത്തിനും വേറെന്തെങ്കിലും ദുരിദേശം ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് കൂടി പറയാനാ വന്നത്. ഇപ്പൊ മനസ്സിലാക്കണമല്ലോ ഞാൻ ആരാണെന്ന്. Excuse me, sir. Can you tell me the way to Ernakulam? അതിപ്പോ ഗോ ദിസ് വേ, ദാറ്റ് വേ, ബസ് സ്റ്റോപ്പ്. Yeah. എറണാകുളം ബസ്. Okay. സച്ചി വന്നുണ്ട്. നമ്മൾ അവരുടെയും സമ്മാനം മേടിച്ചു അറിഞ്ഞാ പൊരിച്ചു തിന്നു അവൻ. വേഗം മാറ്റിക്കോ. അയ്യോ, എനിക്ക് ആരെ കാണാൻ പറ്റില്ല. അയ്യോ, എന്താ അയ്യോ, ആരാ നിങ്ങൾ ചാക്കിലാക്കിയത്? അയ്യോ, എന്താ? അല്ല, ഇതെന്താ വയസ്സന്മാരുടെ ഫുട്ബോൾ ടീമോ? ഒരേ മാതിരി. ആരാ ഗോളി? അതിപ്പോ പിടിക്കുന്ന ആരാണോ അയാള് ഗോളി. എന്നാ ഞാൻ ഗോളി. സത്യം പറ, ഇതെവിടെ ഒപ്പിച്ചു? രവീന്ദ്രൻ സാറിന്റെ മകൻ നന്നായി ഫുട്ബോൾ കളിക്കുമെന്ന് പറഞ്ഞ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചാണോ യൂസുക്ക? അതിപ്പോ ആരെങ്കിലും സ്നേഹത്തോട് തന്ന വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? നമ്മുടെ പഴയ പാട്ടുകാരി ആര്യാദേവി മോളും വന്നിരുന്നു. അത് ശരി. ഓ, നിങ്ങളുടെയൊക്കെ പഴയ ചരക്കാണല്ലോ. ബുദ്ധേ, അവരെ പറ്റി തോന്നിവാസം പറയരുത്. ഓ, വിശേഷണം തെറ്റിയല്ലേ? പിന്നെ എന്താണാവോ ആ മാന്യ മകളാരത്നത്തിന് വിളിക്കേണ്ടത്? അയാൾ ഉണ്ടാക്കിയ പാട്ട് പാടിയിട്ട് ആര്യാദേവിക്ക് പേരും പ്രശസ്തിയും കിട്ടിയെന്നുള്ള നേരാ. പക്ഷേ ആ കടപ്പാടിന്റെ പേരും പറഞ്ഞ് മുതലാക്കാൻ ചെന്ന ആരെങ്കിലും നിന്ന് കൊടുക്കുവോ? നിന്റെ അച്ഛന്റെ പ്രതിഭയും സംഗീതം ഒക്കെ കൊള്ളാം, പക്ഷേ ചില നേരത്തെ ആളൊരു മഹാബോറനായിരുന്നു. അത് പിന്നെ നിങ്ങളൊക്കെ ആയിരുന്നില്ലേ കൂട്ട്? മോനെ, അച്ഛന്റെ സംഗീതത്തിനെ ഞങ്ങൾ കൂട്ടുണ്ടായിരുന്നുള്ളൂ. അതും സിനിമയുടെ പത്രാസൊക്കെ വരുന്നതിന് മുന്നേ പിന്നെ മാത്രം. പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടു നടക്കാനും ചൂഷണം ചെയ്യാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അച്ഛന്റെ ചീത്ത വശ എപ്പോഴും നിന്റെ തലേ കയറിയിട്ടുള്ളൂ. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ സംഗീതത്തിന്റെ നന്മയുണ്ടല്ല, അതൊന്ന് തൊട്ടു നോക്കാൻ പോലും നീ മെനക്കെട്ടിട്ടില്ല. കലാകാരനായ അച്ഛനെ പോലെ നശിച്ചു പോവൂ എന്നുള്ള നിന്റെ മണ്ടൻ പ്രമാണം ഉണ്ടല്ല, എത്ര ആലോചിച്ചിട്ടും അതാ എനിക്ക് പിടിയിട്ടാത്ത. അതെ, പെട്ടിപ്പാട്ടും കേട്ട് ഈ ഗുദാമിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി കിടക്കണം നിങ്ങൾക്കൊന്നും പിടികിട്ടില്ല. പാതിരാത്രി വരെ കസർത്ത് തട്ടി ഓടി നടന്നിട്ടും മാസം ഒന്ന് വട്ടുവെത്തിക്കാൻ ഞാൻ പറഞ്ഞ പാഠം എനിക്കറിയാം. അതിന്റെ ഇടയിലാ കോപ്പിലൊരു സംഗീതം. കാരസ്കരത്തിൻ ഗുരു പാലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ? അതുമായിട്ട് എന്താ ബന്ധം? നീ വിട്ടേ, ഇതും കൊണ്ട് വേറെ കാര്യമുള്ളതാ. നീ പോർത്തേക്ക. എനിക്ക് ഓടാൻ വയ്യ, ഇതെനിക്ക് വേണം. ആ മാതച്ചായനെ കൂട്ടി പോകായിരുന്നു. അയാളെ പറഞ്ഞ് അയക്കുകയും ചെയ്തു. അതിനാ കുട്ടിയും കൂടെ വരുന്നുണ്ടല്ലോ അമ്മ. പരിചയമില്ലാത്ത സ്ഥല, പരിചയമില്ലാത്ത ആൾക്കാരും. ഇവിടെ വന്നിട്ടും അമ്മയുടെ ടെൻഷൻ മാറിയിട്ടില്ല. അങ്ങനൊരു അവസ്ഥയിലായിപ്പോയില്ലേ നമ്മള്. ഗുഡ് ഈവനിങ് മാഡം. വാ, ഡ്യൂട്ടി കഴിഞ്ഞോ? ഈ ഡ്രസ്സില് യു ലുക്ക് മോർ ക്യൂട്ട്. യൂണിഫോമിലും നല്ലതാ കേട്ടോ. ജ്യൂസ് കഴിക്കുന്നോ? അയ്യോ വേണ്ട, ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഒരു ട്രീറ്റും സ്വീകരിക്കരുതെന്നാ ഞങ്ങളുടെ റൂള്. അതിനിപ്പോ ഡ്യൂട്ടിയിലല്ലോ. എന്നാലും വേണ്ട. ഓക്കെ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തണായിരുന്നു. എങ്ങോട്ടാ പോണ്ടേ? അങ്ങനെയൊന്നുമില്ല, ഷോപ്പിംഗ് ഒരു പേര്. കൂട്ടത്തില് തന്റെ ആ ഫ്രണ്ടിനെ ഒന്ന് കാണണം. ഇവിടെ ഒന്ന് ഷൈൻ ചെയ്ത് പോയില്ലേ, ആ വകയില് ചെറിയൊരു കട ഉണ്ട്. എന്താ ഈ കുട്ടിയുടെ ഒരു കാര്യം? അത് പോട്ടെ പൂജ. ഒരു തമാശയില്ലേ അമ്മ? ഇല്ലെങ്കിൽ എനിക്കിന്ന് കടന്ന് ഉറക്കം വരില്ല. ആ, എവിടെ പോയാലാ തന്റെ ഹീറോയിനെ ഒന്ന് കാണാൻ പറ്റുക? തനിക്കറിയായിരിക്കുമല്ലേ? കടലിൽ മുങ്ങിയ കപ്പലിൽ പോകണ പാർട്ടിയാ. നോക്കാം. താങ്ക് യു. 10 രൂപ. ഇവിടെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചേ?
വെൽക്കം 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 ഹായ്. ഇവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ, സച്ചിദാനന്ദൻ. ഏത് ഷോപ്പില്? ഷോപ്പ് അറിയില്ല, സച്ചിദാനന്ദൻ. സച്ചി എന്നാ വിളിക്കുക. അയ്യോ അറിയില്ല കേട്ടോ. ഇവളെന്തിനാ എന്നെ അന്വേഷിക്കണത്? അത് ഈ പെണ്ണിന്റെ കൂടെ. മോളെ വയറുമ ടച്ച് ചെയ്യാണ്ട് പോണേ. ഓ ഞാൻ വാ വാ. അയ്യോ മോളിലേക്ക് പോവല്ലേ. തല പുറത്ത് കാണിക്കട്ടോ. ഒന്ന് ഞെക്കിത്താരെങ്കിലും. ഇതെന്താ സ്കൂൾ വിട്ടാണോ? അല്ല ഒന്നുമില്ല മച്ചി. ഇതിന്റെ ഡോറെന്താ പുറത്തേക്ക് വരാത്തെ? ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് പോയത്. വരുന്നുണ്ട്. ഒന്ന് പോകണ്ട ഇവിടുന്ന്. ഞാൻ പറഞ്ഞോട്ടെ. ഒന്നുമില്ല. ടൈം പാസ്. ആരാ? ആളറിയാതെ ആണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇളിക്കല്ലേ. ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിൽ നിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. സ്ത്രീ പീഡനത്തിന് കേസെടുക്കാൻ നിന്റെ ഭാഗ്യം. അതിനെ സ്ത്രീകളെ കയറി പിടിച്ചാലേ കേസെടുക്കൂ. ഇടക്കാലാശ്വാസമായിട്ട് കെട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായി. ഇയാൾക്കപ്പ എന്റെ പേരൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നിന്ന് വിളിച്ചു. നീ കേട്ടത് പന്നീന്നല്ലേ? കൈയൊക്കെ കെട്ടി വലിയ കൊമ്പത്തി ഉദ്യോഗമാണെന്നല്ലേ വീം പിടിച്ചിരുന്നത്? തയ്യൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, നീ കണ്ടില്ലേ? എന്താ അവിടെ എഴുതണത്? കണക്ക്. ഡോക്ടറെ കണ്ടതും സ്റ്റിച്ചിട്ട വകയിലും പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ചു വന്നതും എല്ലാം കൂടെ കുട്ടി 310 രൂപ. മറന്നു വന്നു. പിന്നെ 60 രൂപ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി 370 രൂപ. അത് ആ കുട്ടിയല്ലേ കൊടുത്തത്. അതിന് ഇയാളെന്തിനാ കണക്കെഴുതുന്നേ? അത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നാളെ കാലത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂലേ? ഇയാളെപ്പോലെ അല്ല ഞാൻ. എനിക്കേ അഭിമാനമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ ദരിദ്രവാസിയായിരുന്നിട്ടും 10,000 രൂപയുടെ കെട്ട ആ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തത്. അതെ, അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേഷയെ പുറയൊന്നും വന്നതല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100ന്റെ 5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹോട്ടലിൽ എത്താറപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. അതാ ഓട്ടത്തിന് തിരിച്ചു വന്നേ. നമസ്കാരം സേട്ടു പാപ്പ. ഇന്നലെ ഇവിടെ വന്നു പോയപ്പോ അമ്മ പറഞ്ഞു സേട്ടു പാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. എവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ അതിനെന്താ, ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ. ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. നീ ആ ചുമരം എഴുതിയിട്ടോ, എന്നിട്ട് 500 രൂപ കൊച്ചിനോടത്തേക്ക്. നമുക്കെന്തിനാ വല്ലവരുടെ കാശ്? നാണക്കേടല്ലേ? നമുക്ക് അഭിമാനമല്ലേ വലുത്? അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? ഓ അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നോണ്ട് അത് മാത്രം അവിടെ വെക്കാറില്ല. സേട്ടു പാപ്പ, ഓ ഈ അഭിമാൻ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? 500 രൂപ എടുത്തേ. ഒരു 500 രൂപ തരാൻ. ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ. ഈ കയ്യകലത്തുനിന്ന് മാറി നിന്നേക്ക്.
എടാ 500 മണി ഞാൻ ആരാണ്? സേട്ടല്ലേ? ഇപ്പൊ വെറും പാട്ട് മാത്രമല്ലേ ഉള്ളൂ. നോക്ക്, നീ ഒരു കാര്യം ചെയ്യ്, അതൊക്കെ പറയേ. നീ ഒരു കാര്യം ചെയ്യേ. 500 രൂപയ്ക്ക് അത് 2 കിടക്കെടുത്ത് കൊടുത്തേക്ക്. കിടക്കായിട്ട് കൊടുത്താ തെറ്റിദ്ധരിക്കില്ലേ? എന്നാ പിന്നെ നീ വേറൊരു കാര്യം ചെയ്യ്. എന്താ? എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല, ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്, 500 രൂപയാ. ആ പെൺകൊച്ചിന്റെ മുമ്പിൽ ചെന്ന് നാറ്റിക്കരുത്. എന്റെ അഭിമാനം. അഭിമാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ചു നേരം മുമ്പാ വിറ്റത്. എന്നെ പറ്റി എന്താ വിചാരിച്ച്? വെറുതെ ഇരിക്കുന്ന അമിതാഭ് ജയബാദുരൊന്നും ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതിൽ പൊക്കോണ്ടെന്ന് വിചാരിച്ചു ഞാനെന്താ അങ്ങനെ കണ്ട പേടിക്കുന്നു വിചാരിച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട് അമിതാഭ് സിനിമയൊക്കെ, എനിക്കങ്ങനെ നന്നായിട്ട് അറിയാം. അല്ല പിന്നെ എല്ലാരോടും കുറെ നേരായി അഭിമാൻ അഭിമാൻ അഭിമാൻ. 500 രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും. അല്ല, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ 500 രൂപ തിരിച്ചു തരും. നിനക്ക് ഞാൻ വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. കൊറേ നേരമായി നിക്കുന്നു. നീ കുറെ നേരം ഓടണോ? എന്റെ വഴി ഇങ്ങടാ ചേട്ടാ. ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോ, മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടെ, സ്റ്റിച്ച് പൊട്ടി. പോ. അവൻ ആളൊരു ചൂടനാ. ഇവനെ പോലെയല്ല, ആളും തരവും നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ. എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ, ഞങ്ങൾക്ക് ഒരു പിണക്കും ഇല്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? വോയിസിന് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് ആ അമ്മയും മോനും പേരിനതേ ഇത്രേ കഴിച്ചുള്ളൂ. ഞാൻ കരുതി കണ്ടു നിന്ന മാത്തനങ്ങളുടെ കണ്ണ് തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് ബുൾസയാണെന്ന് കരുതി ആ തള അതും എടുത്ത് കേറ്റുന്നു. ആ തള്ള അങ്ങനെ തീറ്റയുടെ വിചാരേ ഉള്ളൂ. പറ്റിയ മോനും. ഫുൾ ലെങ്ത് കോമഡി ആയിരുന്നു. കൂട്ടത്തില് കലക്കിയതാ ചെക്കന്റെ പാട്ടാ. ഈ ഹോട്ടലിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയത് ജെന്നി ശ്രദ്ധിച്ചോ? അത് എർത്ത്ക്വേക്ക് ഒന്നുമല്ല, അദ്ദേഹം ഒന്ന് പാടിയതാ. രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാന്നാ വിചാരം, പൊണ്ണത്തടിയൻ. പക്ഷെ ശരിക്കും രവീന്ദ്രനാഥ് സാറിന്റെ പാരമ്പര്യം കിട്ടിയ ഒരാളുണ്ട്, ചേട്ടൻ, നമ്മുടെ അട്ടാസ നായകൻ. പറഞ്ഞിട്ടെന്താ കാര്യം? വാശി, ഭയങ്കര വാശി. ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടൂല. ഓഹോ, അസലായിട്ട് പാടിയിരുന്നതാ പണ്ട്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ 2 തവണ സ്റ്റേറ്റിൽ ഫസ്റ്റും വാങ്ങിയിട്ടുണ്ട്. കക്ഷിയുടെ തന്നെ ഭാഷയെ പറഞ്ഞ ജീവിതം കൊണ്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ സംഗീതത്തെ കുഴിച്ചു മൂടി ഒരു വാഴ നട്ടു. അത് കൊള്ളാലോ. നമുക്ക് ആ വാഴ മാറ്റി കുഴിയൊന്ന് തോണ്ടി സംഗീതത്തെ അങ്ങോട്ട് പുറത്തെടുത്താലോ? നടന്ന തന്നെ. ആ, നമുക്കൊന്ന് ശ്രമിക്കാന്നേ. അത്ര വലിയ പാട്ടുകാരനാണെങ്കി അതൊന്ന് കേക്കണല്ലോ. പാടാത്ത പാട്ടിന് മധുരം കൂടുന്ന. പാടിക്കാൻ ചെല്ലുമ്പോ തലയിൽ ഒരു ഹെൽമെറ്റ് കൂടി വെച്ചോണം. അത്ര വാശിക്കാരനാ? എന്താ സംശയം? ഈ ഞാൻ വരെ വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. അതെന്താ ഈ ഞാൻ വരെ? അയാടെ ആരാ ഈ ഞാൻ? അയാളെ പറ്റി പറയുമ്പോ 100 നാക്കാണല്ലോ. എന്താണ്? അയ്യേ, എന്ത്? ഒരു സ്മെല്ല് വരുന്നുണ്ടോ ഇവിടെയൊക്കെ? എന്ത് സ്മെൽ? ഒരുമാതിരി പ്രത്യേക ഗന്ധം. ഈ പ്രേമത്തിന്റെ സുഗന്ധം. ആ സുഗന്ധം കൂടെ കടി ചെന്നാ മതി. എപ്പോഴെങ്കിലും ചെന്ന് നോക്കിയിട്ടുണ്ടോ? ഏയ്, എനിക്കങ്ങനെയൊന്നുമില്ല. ചെറുപ്പം തൊട്ടുള്ള പരിചയം, അത്ര തന്നെ. എന്തോ ആ പറച്ചിൽ തന്നെ ഉണ്ടല്ലോ ഒരവലക്ഷണം. അതോ മൂപ്പര് സംഗീതം കുഴിച്ചുമൂടി വാഴ നട്ട പോലെ ഇവിടെ ഇതും കുഴിച്ചുമൂടി വാഴ നട്ടിട്ടുണ്ടോ? ഞാൻ പോട്ടെ, എനിക്ക് ഡ്യൂട്ടിയുടെ ടൈം. അവിടെ നിക്ക്. ഇത് കണ്ടുപിടിക്കാനുള്ള മെറ്റൽ ഡിറ്റക്ടർ എന്റെ അടുത്തുണ്ട്. എന്നിട്ടോ സാറാൻറ്റി? എപ്പോഴോ കേട്ടു മറന്ന പാട്ടിന് കാതോർത്ത് ഒലിവ് മരങ്ങളുടെ തണലിൽ അവൾ കാത്തു നിൽക്കും. ഷാരോൺ താഴ്വരയിൽ എപ്പോഴും മഞ്ഞു പെയ്യുന്നുണ്ടാവും. ആകാശത്ത് നിറങ്ങി വന്ന നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മാതെ അവൾക്ക് കൂട്ടിരിക്കും. പിന്നെ കണ്ട സ്വപ്നങ്ങൾ ഓരോന്നായി ഓർത്തോർത്തെടുത്ത് അവൾ അവരോട്
പറയാൻ തുടങ്ങും. Rima, call your grandma and everybody. You please sit down. എന്താ പപ്പ? Look, അവൻ വാക്ക് പാലിച്ചു. നറിയുള്ളവനായി ഷാക്ക്. എല്ലാവർക്കും വിസ ശരിയാവുമെന്ന്, വിസ ശരിയായാലും അവരോട് വരുമെന്ന് നമ്മളെയൊക്കെ കൊണ്ടുപോകാൻ. അവന്റെ ഫോട്ടോയും ഉണ്ട്. മണിതിലേക്കാൾ സ്വാർത്തായിരിക്കുന്നു. എവിടെ ജെന്നി? കാളർ ജെന്നി. Hi, nice chat. Like a Hollywood star. I will show this to my classmates. Correct. ജെന്നിയുടെ ഒരു ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് അയച്ചു കൊടുക്കണമെന്ന് അവൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫോട്ടോഗ്രാഫറെ കൈയോടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ജെന്നി, യു ഗോ ചേഞ്ച് യുവർ ഡ്രസ് ആൻഡ് കം. മറിയ, നീ ചെന്നൊരു നല്ല ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കേ. ഗോ, വേഗം വേഗം. ജെന്നി, പപ്പ പറഞ്ഞത് കേട്ടില്ലേ? ചെല്ല്. നോക്ക്, നിന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ ഇവിടെ എല്ലാരും ഓരോരോ സ്വപ്നം കാണുന്നത്. പാവം, ഈ വയസ്സുകാലത്ത് പപ്പയുടെ ഒരു ഉത്സാഹം കണ്ടില്ലേ? ചെല്ല്, പപ്പയെ വിഷമിപ്പിക്കാതെ പോയി ഡ്രസ്സ് മാറും. ഈ ആംഗിൾ കൊള്ളാം. പല പോസ്റ്റിൽ എടുക്കണം. ഫുൾ സൈസ് ആയിക്കോട്ടെ. പിന്നെ ആ ചെയറിൽ നിന്ന് വേർതെടുക്കാം. ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ ഇങ്ങനെ മോൾ അങ്ങോട്ട് മാറുന്നേ. എടുത്തോ. Keep the hand like this. Come on. Oh, what is it, Jenny? Smile, smile. ഇളിക്കണ്ട. സൗന്ദര്യ മത്സരത്തിന് പോസ് ചെയ്തൊന്നുമല്ല ഞാൻ. പ്രതിശ്രുതവരനെ കാണാൻ വേണ്ടിട്ടല്ലേ അവൻ കണ്ട സായുജരേട്ടറി. എന്റെ മേടിക്കും. പറഞ്ഞു പറഞ്ഞു കളി കാര്യാവുക. ഇയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലേ? കളിയാക്കാനും തല്ലുകൂടാനും കാശ് കടമടിക്കാനും മാത്രം മതിയോ ഞാൻ? അതിന്റെ അപ്പുറത്ത് ഇയാളുടെ ആരുമല്ലേ ഞാൻ? അറ്റ്ലീസ്റ്റ് ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടെങ്കിലും അല്ലേ ഞാൻ? എന്നോട് പോണ്ടെന്ന് പറഞ്ഞൂടെ ഇയാൾക്ക്? പോണ്ടെന്ന് ഞാൻ പറഞ്ഞ നീ പോവാതിരിക്കോ? പോവാതിരിക്കാൻ നിനക്ക് പറ്റോ? നിന്നെ മറ്റാരേക്കാളും കൂടുതൽ അറിയുന്നവനാ ഞാൻ. നിന്റെ മനസ്സിൽ എന്താണെന്ന് കണ്ണാടി കാണുന്ന പോലെ എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. അത് വേണ്ട ജെന്നി. അറിഞ്ഞോ അറിയാതെയോ മനസ്സിലെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മോഹം കൊണ്ടു നടക്കണ്ടെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് ആ നടക്കില്ല. എനിക്ക് നടക്കില്ല. വേറെ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാ നമ്മൾ രണ്ടാളും. നമ്മുടെ തോളിൽ ആവശ്യത്തിൽ കൂടുതൽ ഭാരങ്ങളുള്ളതാ. വേണ്ട, സ്വപ്നങ്ങളൊന്നും കാണാതെ നടക്കാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്. നീയും അങ്ങനെ തന്നെ മതി. നിന്റെ സാറാൻറ്റി പണ്ട് ചെയ്തതും എന്റെ അച്ഛൻ പണ്ട് ചെയ്തതും നീയും ഞാനും ആവർത്തിച്ചൂടാ. കണ്ണി ചോരയില്ലാത്ത ദുഷ്ടനാണെന്ന് ചിലപ്പോൾ നീ എന്നെ പറ്റി കരുതണ്ടാവും. പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ പറയാനേ കഴിയും. പോട്ടെ. ബില്ല് കൊടുത്തിട്ട് പോടി. എന്റെ കയ്യിലില്ല. അയ്യോ ദേ, നീ കാശ് കൊടുക്കാന്ന് പറഞ്ഞോണ്ടല്ലേ മസാല ദോശയും ജ്യൂസൊക്കെ ഞാൻ ഓർഡർ ചെയ്തത്. എന്നെ നാറ്റിക്കല്ലേ? ദേ, നീ കാശ് കൊടുത്തില്ലെങ്കിൽ ഞാൻ അകത്ത് പോരുന്ന ഇതുപോലെ അരിയാട്ടേണ്ടി വരും. എന്റെ പൊന്നു മോളല്ലേ, കാശ് കൊടുക്ക്. കാശ് കാശ്. താങ്ക് യു. ഹായ് ഗിറിഗിറി അപ്പൂപ്പ. അല്ല, ഗിറിഗിറി അപ്പൂപ്പ. അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഇസ്രായേൽ വൃത്തികെട്ട വൃദ്ധനെ അഞ്ചംഗ സംഘം കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നു. അല്ലടാ, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഒരു ഇസ്രായേലുകാരൻ അഞ്ചംഗ സംഘത്തെ കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നെന്ന് നാളത്തെ പത്രത്തിൽ വായിക്കേണ്ടി വരും. എന്താണല്ലോ ഗ്രിഗറി? താൻ മിണ്ടരുത്.
കണ്ണ് കാണിച്ചും പാട്ട് കേൾപ്പിച്ചും പണ്ട് ഇവന്റെ ബാസ്റ്റേഡ് ഫാദർ എന്റെ സാറയെ മയക്കി. അന്നും നിങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ കൂട്ട്. ഇപ്പൊ ആ ഫാദറിന്റെ ഈ സൺ ഇറങ്ങിയിരിക്കുക എന്റെ ഗ്രാൻഡ് ഡാറ്ററെ മയക്കാൻ. ഇന്നും നിങ്ങളൊക്കെ തന്നെയാണോ കൂട്ട്? എല്ലാരോടും കൂടി പറയുക, ഇപ്പോ രക്ഷപ്പെടാനുള്ള ഒരു വഴി വീണ്ടും തെളിഞ്ഞിരിക്കുക ഞങ്ങൾക്ക്. നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ഞങ്ങളുടെ യാത്ര മുടക്കിയാലുണ്ടല്ലോ, സമ്മതിക്കില്ല ഞാൻ. മനുഷ്യനിവിടെ ഭ്രാന്തി പിടിച്ച് അടക്കപ്പെടാ. കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. അവൻ ആരാണെന്നാ വിചാരം? ദീർഘറിയ ശരിക്ക് അറിയില്ല സ്കൗട്ടുന്നത്. എന്നെ തോപ്പിക്കാൻ ശ്രമിച്ചാൽ അവന്റെ തന്ത വെറുതെ വിട്ടതുപോലെ ഇത്തവണ ഞാൻ വിടില്ല. വേണ്ടി വന്നാൽ കുത്തിക്കൊന്ന് തേടി പോയി കിടക്കും ഞാൻ. അവളെ ഞാൻ വെറുതെ വിടില്ല. പറഞ്ഞേക്ക് കൊണ്ടാര മോളോട്. എല്ലാത്തിനെയും കൊന്ന് ഞാനും ചാവും.